മുസ്ലിം ലീഗിൽ സംഘടനാപരമായിട്ടുള്ള ചില നടപടികൾ ഉണ്ടാവുന്നു. അഴിച്ചുപണി നടക്കാൻ പോകുന്നു. പുനഃസംഘടന എന്ന് വേണമെങ്കിൽ പറയാം. അഴീക്കോടും ഗുരുവായൂരും എന്തിന് കോഴിക്കോട് സൗത്തിൽ പോലും അഴിച്ചുപണിക്കുള്ള സാധ്യതയുണ്ട് എന്നാണ് VS രഞ്ജിത്ത് കോഴിക്കോട് നിന്നും റിപ്പോർട്ട് ചെയ്യുന്നത്. നമുക്ക് ചോദിച്ചിട്ട് വരാം എന്താ സംഭവം. അപ്പോൾ VS രഞ്ജിത്ത്, വെരി ഗുഡ് മോർണിംഗ് VS രഞ്ജിത്ത്. വിജയിച്ചു കയറിയ മണ്ഡലമായ കോഴിക്കോട് സൗത്തിൽ പോലും സംഘടന ചലിച്ചില്ലെന്നാണല്ലോ പാർട്ടിയുടെ കണ്ടെത്തൽ. ഒരു കേഡർ പാർട്ടി എന്ന നിലയിൽ സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പ് തന്നെ സംഘടനാ തലത്തിൽ അഴിച്ചുപണികൾ തുടങ്ങുമോ? കൂത്തുപറമ്പിൽ നടപടി വന്നു, തുടർന്ന് ഗുരുവായൂരും ഒക്കെ ഇതേപോലെ നീക്കമുണ്ടാകുകയാണോ? ഡോക്ടർ അരുൺ, തീർച്ചയായിട്ടും കൂത്തുപറമ്പിൽ മണ്ഡലം ജനറൽ സെക്രട്ടറിയെ മാറ്റിയതിന് സമാനമായി തന്നെ അഴീക്കോടും ഗുരുവായൂരും അവിടെ രണ്ടിടത്തും പരാജയപ്പെട്ടത് സംഘടനാ ദൗർബല്യം കൊണ്ടാണ് എന്നും ചിലയിടങ്ങളിൽ ലീഗ് കേന്ദ്രങ്ങളിൽ വോട്ട് കുറഞ്ഞത്, അത് CPM കേന്ദ്രങ്ങളിലോ അല്ലെങ്കിൽ മറ്റിടങ്ങളിലോ അല്ല, ലീഗിന്റെ കേന്ദ്രങ്ങളിൽ പോലും ഗുരുവായൂരിൽ ചില പഞ്ചായത്തിലൊക്കെ വോട്ട് കുറഞ്ഞത് സംഘടനാപരമായ പ്രശ്നങ്ങൾ കൊണ്ടാണ് എന്ന് പ്രാഥമികമായി കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഗുരുവായൂരിലും അഴീക്കോടിലും മണ്ഡലതലത്തിൽ അഴിച്ചുപണി ഉണ്ടാകുമെന്ന് പറയുന്നു. പക്ഷേ ജയിച്ചു കയറിയ കോഴിക്കോട് സൗത്തിലും സമാനമായ ഒരു അഴിച്ചുപണിക്ക് ലീഗ് ഒരുങ്ങുകയാണ്. അതിന്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ഈ കോഴിക്കോട് സൗത്തിൽ ജയിച്ചു കയറിയത് ഒരു UDF തരംഗത്തിൽ ജയിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. സംഘടനാ തലത്തിൽ വലിയ പ്രവർത്തനം അവിടെ നടന്നില്ല എന്നുള്ളതും സ്ഥാനാർത്ഥിയുടെ ഭാഗത്ത് നിന്ന് അത്തരത്തിലുള്ള പരാതികൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് യൂത്ത് ലീഗ് ഉൾപ്പെടെ അവിടെ അഴിച്ചുപണി ഉണ്ടാകുമെന്നും മണ്ഡലം പ്രസിഡന്റ് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് പുതിയ പേരുകൾ പരിഗണിക്കുമെന്നാണ് കോഴിക്കോട് സൗത്തിൽ നിന്നും അതുപോലെ ഗുരുവായൂരിൽ നിന്നും അതുപോലെ അഴീക്കോട് നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഒപ്പം ഈ ഇരട്ടപ്പദവി ചർച്ചയാകുമ്പോൾ ഈ ഇപ്പോൾ MLA-മാരായിട്ടുള്ള നേതാക്കന്മാരെ മാറ്റി പുതിയ ആളുകളെ അവിടെ ഇപ്പോൾ കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെ മാറി അവിടെ പുതിയ ഭാരവാഹികൾ വരും. അതിന്റെയും അഴിച്ചുപണി ലീഗിലുണ്ടാവും. ഓക്കെ, താങ്ക് യു VS രഞ്ജിത്ത്. അപ്പോൾ അഴിച്ചുപണിക്ക് ഒരുങ്ങുകയാണ്. അഴിച്ചുപണി വേണ്ടത് എവിടെയാ? അഴിച്ചുപണി ഇനി കൂടുതൽ വേണ്ടത് കിടക്കുന്നത് ഇടതുമുന്നണിയിലാണ്. 8 പ്രധാനപ്പെട്ട കക്ഷികൾ, ചെറുതും വലുതുമായ കക്ഷികൾക്കാണ് നിയമസഭയിൽ ഇക്കുറി കയറാൻ പറ്റാതെ വരുന്നത്. നിയമസഭയിൽ കടക്കാനേ പറ്റില്ല. നിയമസഭ കാണാതെ 8 കക്ഷികൾ ഇടതുമുന്നണിയിലുണ്ട്. അവരൊക്കെ എന്ത് ചെയ്യും എന്നുള്ളതാണ്. ലീഗ് ചിലയിടങ്ങളിൽ തോറ്റു കഴിഞ്ഞപ്പോൾ തന്നെ അവിടെയും അച്ചടക്ക നടപടിയും അഴിച്ചുപണിയും ഒക്കെ വരുന്നു. അതൊരു കേഡർ പാർട്ടി എന്ന നിലയിൽ ലീഗിന്റെ ആ രീതിയിലുള്ള പെർഫോമൻസിനെ നമുക്ക് അഭിനന്ദിക്കാതെ തരമില്ല. എണ്ണയിട്ട മെഷീൻ എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, അക്ഷരാർത്ഥത്തിൽ അത് സംഭവിച്ചിരിക്കുന്നത് ലീഗിന്റെ കാര്യത്തിലാണ്. വളരെ കൃത്യമായി, വളരെ പ്രൊഫഷണലായിട്ടാണ് ഇത്തവണ ലീഗ് തെരഞ്ഞെടുപ്പിനെ കൈകാര്യം ചെയ്തത്. അപ്പോൾ